ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ? പ്രോപ്പർ അങ്ങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഫുള്ളില്ല. കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മെഷീൻ വരുന്നത് സിംഗിൾ മെഷീനാണ് കേട്ടോ. നോർമലി ഉള്ളൊരു സിംഗിൾ മെഷീനാണ്, മെറിറ്റാണ്. ഒരു 2 വർഷം ആദ്യമേ ഉള്ളൂ വാങ്ങിയിട്ട്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് മെറിറ്റിൻ്റെ തന്നെ നോർമൽ മെഷീൻ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്കങ്ങനെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടിന് തൊട്ടപ്പുറം ഇപ്പുറം എല്ലാം ഇഷ്ടംപോലെ തയ്യൽ മെഷീനൊക്കെ വീടുകളിലുള്ള അവർ തയ്ച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അന്നേരം ഈ അംബ്രല്ല മെഷീൻ അല്ലെങ്കിൽ ഡബിൾ മെഷീനൊന്നും എടുത്തില്ല. അന്നേരം നമ്മൾ വാങ്ങാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു എടുക്കുന്നതിൻ്റെ കാര്യം. ഞാൻ അപ്പോഴും പറഞ്ഞു നമുക്ക് വലിയ തയ്യലൊന്നുമില്ല, 2 3 വീട്ടിൽ അവർ സ്ഥിരമായിട്ട് എൻ്റെ തരുന്നതുകൊണ്ട് അങ്ങനത്തതൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിംഗിൾ മെഷീൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംഗിൾ മെഷീൻ മാത്രമാണ് വാങ്ങിയതെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡബിളിൻ്റെ മെഷീൻ അല്ലെങ്കിൽ അംബ്രല്ല മെഷീൻ വാങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയേനെന്ന്. കാരണം കുറച്ചുകൂടെ ഒക്കെ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരുന്നു. ഓൾറെഡി ഞാൻ ഇതിൻ്റെ മെറ്റീരിയലെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച കൂടുതലായി കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞടാ 2-ാം തീയതിയിലേക്കുള്ളതാണ്, അപ്പം തരാമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്നിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ വെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വലിയ പാടില്ല. ഈ കട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കുന്നത്. അളവ് മെഷർമെൻ്റ് എല്ലാം നോക്കി അതിൻ്റെ ലെങ്തും എല്ലാം നോക്കി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. ഞാൻ സ്ലീവാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. മിക്കവാറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആദ്യം സ്ലീവ് തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് നെക്കാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കാതെ പ്രസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ക്രേപ്പിന് ലൈനിങ് കിട്ടുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തെന്നി മാറുന്നൊരു മെറ്റീരിയലാണ് ക്രേപ്പ്. കോട്ടൻ്റെ കൂടെ ക്രേപ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് തെന്നി മാറും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പിന്ന് കേട്ടോ. ഈ ഒരു പിന്നിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ട് അത് നമ്മുടെ നെക്കിൽ ഫുള്ളി കവർ ചെയ്ത് ഒരു 4 3 പിന്ന് ഞാൻ അതിൽ മെറ്റീരിയൽ കുത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ തെന്നി അങ്ങ് പോവും. പിന്നെ അതിൻ്റെ കൂടുതൽ ഞാൻ ഫാൻ ഓഫ് ചെയ്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല ഫാനിൻ്റെ കാര്യം. ഓൾറെഡി നമ്മളിങ്ങനെ ഈ ഒരു മെറ്റീരിയൽ വരുമ്പം എന്തായാലും പിന്ന് കുത്തുന്നതായതുകൊണ്ട് ഞാൻ ആ രീതിയിലാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് നോക്കിയപ്പോൾ ഫാൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഞാൻ ഫോണ് ഞാൻ നമ്മുടെ മെഷീനിൽ തന്നെയാണ് ഞാൻ തൽക്കാലത്തേക്കൊന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിലൊക്കെയാണോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്, അതോ പുറത്ത് ബോട്ടിക്കുകളിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സെൻറ്ററുകളൊക്കെ പുറത്ത് കാണുമല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ളിടത്താണോ കൊടുക്കുന്നത്? വീടുകളിലൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് തയ്ക്കുന്നതിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കമൻറ്റൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.